എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തർക്കങ്ങൾ സഹകരണമായി മാറിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെയുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന വളരെ ശക്തമായ 3 ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ജോലിസ്ഥലത്തുമൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സംഭാഷണങ്ങൾ, അത് വീട്ടിലായാലും ഓഫീസിലായാലും, ഒരു യുദ്ധം പോലെയാണോ അതോ ഒരു സഹകരണം പോലെയാണോ? അതായത് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതോ നമുക്കൊരുമിച്ചൊരു നല്ല പരിഹാരത്തിലെത്താമെന്നാണോ? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം മതി നമ്മുടെ ബന്ധങ്ങൾ എത്രത്തോളം ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശീലത്തിലേക്ക് കടക്കാം. ഇതൊരു വലിയ മാനസിക മാറ്റമാണ്. ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം. അതായത് ഒരാൾ ജയിക്കണമെങ്കിൽ മറ്റൊരാൾ തോൽക്കണം എന്ന ആ ഒരു ചിന്താഗതിയില്ലേ, അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മാറുകയാണ്. വിൻ വിൻ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് അതൊരു വിട്ടുവീഴ്ചയാണെന്ന് തോന്നാം. പക്ഷേ അല്ല, അതിനേക്കാൾ എത്രയോ മികച്ച ഒന്നാണത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. സങ്കൽപ്പിക്കുക, നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തിനും ഒരേ ഒരു ഓറഞ്ച് വേണം. സാധാരണഗതിയിൽ നമ്മൾ എന്തു ചെയ്യും? പകുതി മുറിക്കും, അല്ലേ? അതാണ് വിട്ടുവീഴ്ച. എന്നാൽ ഒരു വിൻ വിൻ ചിന്താഗതിയിൽ നമ്മൾ ചോദിക്കും, നിനക്കെന്തിനാണ് ഈ ഓറഞ്ച് വേണ്ടത്? അപ്പോഴായിരിക്കും അറിയുന്നത്, ഒരാൾക്ക് ജ്യൂസ് ഉണ്ടാക്കാനാണ്, മറ്റേ ആൾക്ക് കേക്ക് ഉണ്ടാക്കാൻ എൻ്റെ തൊലി മാത്രം മതി. നോക്കൂ, രണ്ടുപേർക്കും അവർക്ക് വേണ്ടത് മുഴുവനായി കിട്ടിയില്ലേ? ഇതാണ് വിൻ വിൻ. മത്സരിക്കുന്നതിന് പകരം സഹകരിക്കുക, അതാണ് പോയിന്റ്. ഓക്കെ, അപ്പം ഈ വിൻ വിൻ എന്നത് പ്രായോഗികമാക്കാൻ നമ്മൾ എന്തു ചെയ്യണം? അതിന് സിമ്പിളായി 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്, എപ്പോഴും നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കാതെ മറ്റേയാളുടെ ഭാഗത്തുനിന്ന് ആ പ്രശ്നത്തെ ഒന്ന് നോക്കിക്കാണുക. ശരി. രണ്ടാമതായി, എന്താണ് ശരിക്കുമുള്ള പ്രശ്നമെന്ന് ഒറ്റയ്ക്ക് തീരുമാനിക്കാതെ ഒരുമിച്ചിരുന്ന് കണ്ടെത്തുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടുപേർക്കും സന്തോഷം നൽകുന്ന ഒരു സൊല്യൂഷൻ എങ്ങനെയായിരിക്കുമെന്ന് ഒരുമിച്ച് തീരുമാനിക്കുക. അവസാനം ആ ഒരു സൊല്യൂഷനിലെത്താൻ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന വഴികൾക്കപ്പുറം പുതിയ എന്തെല്ലാം ഓപ്ഷനുകളുണ്ട് എന്ന് ഒരുമിച്ച് ആലോചിച്ച് കണ്ടെത്തുക. അപ്പോൾ വിൻ വിൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു പാലം വേണം, അല്ലേ? അതാണ് നമ്മുടെ രണ്ടാമത്തെ ശീലം. ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത്. ഈയൊരു ആശയവിനിമയ രീതിയാണ് വിൻ വിൻ എന്ന ചിന്തയെ യാഥാർത്ഥ്യമാക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, നല്ല വാക്കുകൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ചില ടെക്നിക്കലുകൾ പ്രയോഗിച്ചാലോ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുമെന്ന്. പക്ഷേ അതല്ല സത്യം. യഥാർത്ഥ സ്വാധീനം വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ആ വിശ്വാസം വരുന്നതെവിടുന്നാണ്? നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്. നമ്മൾ ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവുകയുള്ളൂ. ഈ ആശയവിനിമയത്തിന് പ്രധാനമായും 3 തൂണുകളുണ്ടെന്ന് പറയാം. ആദ്യത്തേതാണ് ഈഥോസ്, അതായത് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വിശ്വാസ്യത. ഇതാണ് ഫൗണ്ടേഷൻ. രണ്ടാമത്തേത് പാത്തോസ്, അതായത് മറ്റൊരാളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാനും അവരുമായി കണക്ട് ചെയ്യാനുമുള്ള കഴിവ്. പിന്നെ മൂന്നാമത്തേത് ലോഗോസ്, അതായത് കാര്യങ്ങൾ യുക്തിപരമായി, ലോജിക്കായി അവതരിപ്പിക്കാനുള്ള കഴിവ്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മുടെ ഈഥോസ്, അതായത് വിശ്വാസ്യത ശക്തമല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്രയൊക്കെ വികാരപരമായി സംസാരിച്ചിട്ടും എത്രയൊക്കെ ലോജിക്ക് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നമുക്ക് മറ്റൊരാളെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്വാധീനിക്കപ്പെടാൻ തയ്യാറാകണം. അതായത് അവരുടെ ഭാഗം എന്താണെന്നൊരു മുൻവിധിയുമില്ലാതെ ആത്മാർത്ഥമായി കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവണം. നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറായാൽ തീർച്ചയായും അവർ നമ്മളെയും കേൾക്കാൻ തയ്യാറാവും. ശരി, അപ്പോൾ നമുക്കൊരു വിൻ വിൻ മൈൻഡ് സെറ്റ് ഉണ്ട്, മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഈ രണ്ടും കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മാജിക്. അതാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും ശീലം, സിനർജി സൃഷ്ടിക്കുക. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ. സിനർജിയുടെ കണക്ക് കുറച്ച് രസകരമാണ്. സാധാരണ ഗണിതത്തിൽ 1+1 2 അല്ലേ? പക്ഷേ സിനർജിയിൽ 1+1 ചിലപ്പോൾ 3 ആകാം, 10 ആകാം, എന്തിന് 100 പോലും ആകാം. കാരണം പല ഭാഗങ്ങൾ ചേരുമ്പോൾ കിട്ടുന്ന ആകെ റിസൾട്ട് ഓരോ ഭാഗവും ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ വലുതായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ സിനർജി എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് കോഓപ്പറേഷനാണ്. ഒരു മ്യൂസിക് ബാൻഡിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ. ഗിറ്റാറിസ്റ്റ്, ഡ്രമ്മർ, സിംഗർ എല്ലാവരും ഒറ്റയ്ക്ക് കഴിവുള്ളവരായിരിക്കാം. പക്ഷെ അവരെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ആരും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പോലും നടക്കാത്തൊരു സംഗീതമുണ്ടാകുന്നത്. അതുപോലെയാണിതും. നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പ്രശ്നമായി കാണുന്നതിന് പകരം അതിനെ വിലമതിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾക്ക് മുൻപ് ചിന്തിക്കാൻ പോലും പറ്റാത്ത പുതിയ പുതിയ ഐഡിയകളും സൊല്യൂഷനുകളും കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും 2 തരം ശക്തികളുണ്ട്. ചിലത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവ, അതായത് നമ്മുടെ ആത്മവിശ്വാസം, ലക്ഷ്യങ്ങൾ, നല്ല ബന്ധങ്ങൾ. മറ്റു ചിലത് നമ്മളെ പിന്നോട്ട് വലിക്കുന്നവ, അതായത് പേടി, സംശയങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിൻ വിൻ ചിന്തയും മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന രീതിയുമൊക്കെ മുന്നോട്ട് നയിക്കുന്ന പോസിറ്റീവ് ശക്തികളാണ്. ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ, അതായത് സിനർജി ഉണ്ടാകുമ്പോൾ, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏത് തടസ്സത്തെയും മറികടന്ന് മുന്നോട്ട് കുതിക്കാൻ നമുക്ക് പറ്റും.
അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ പ്രായോഗികമാക്കാം? അതാണ് അടുത്ത ചോദ്യം. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം വിൻ വിൻ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്നാമത്തേത്, ഒരു വിൻ വിൻ രീതിയിൽ ചിന്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന പ്രധാന തടസ്സം എന്താണ്? ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുക. ആ ബന്ധത്തിലെ നിങ്ങളുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്, അതായത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുതൽ ധനം എത്രത്തോളമുണ്ട്? അവസാനമായി, ഈ വിൻ വിൻ ചിന്താഗതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളുണ്ടോ? ഇനി മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് എങ്ങനെ കൂട്ടാം? അതിനുമൊരു ചലഞ്ചുണ്ട്. അടുത്ത തവണ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കരുത്. അവരെന്താണ് പറയുന്നത്, അവരുടെ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക. അവരുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക. അവർ പറയുന്നതും അവരുടെ ശരീരഭാഷയും ഒന്നാണോ? ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഉപദേശിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ചോദിക്കുന്നത്, അതോ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണോ? ഈയൊരു ചെറിയ മാറ്റം മതി വലിയൊരു വ്യത്യാസം കാണാൻ. അവസാനമായി, സിനർജി. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളെക്കുറിച്ച് ആലോചിക്കുക. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു ശത്രുതയായി കാണാതെ എങ്ങനെ ഒരുമിച്ച് അതിലും മികച്ച ഒരു മൂന്നാമത്തെ വഴി കണ്ടെത്താനുള്ള അവസരമായി മാറ്റാമെന്ന് ചിന്തിക്കുക. ഓർക്കുക, ഒരു ടീമിലെ രണ്ടുപേർ ഒരേപോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിലൊരാൾക്ക് അവിടെ പ്രസക്തിയില്ല. വ്യത്യാസങ്ങളെ ഭയക്കരുത്, അതിനെ ഉപയോഗപ്പെടുത്തുക. അവിടെയാണ് പുതിയ ആശയങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം ശരിയായ മാനസികാവസ്ഥ, അതായത് വിൻ വിൻ. പിന്നെ അത് പ്രയോഗിക്കാനുള്ള വൈദഗ്ധ്യം, അതായത് ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം, അതാണ് സിനർജി. അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കുള്ളൊരു ചോദ്യം. വരുന്ന ഈ ആഴ്ചയിൽ ഈ പറഞ്ഞ ശീലങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഭാഷണം ഏതാണ്? അത് നിങ്ങളുടെ പങ്കാളിയോടായിരിക്കാം, സുഹൃത്തിനോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനോടായിരിക്കാം. ആ ഒരു സംഭാഷണം തിരഞ്ഞെടുക്കുക. ഈ 3 ശീലങ്ങളും അവിടെയൊന്ന് പ്രയോഗിച്ചു നോക്കുക. ഓർക്കുക, വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ്.